സന്ധ്യാപ്പോ സന്ധ്യാപ്പനവിടെ പാവയ്ക്കാൻ മെഴുക്കുവരട്ടി വെക്കുക സന്ധ്യാപ്പൻ്റെ സ്റ്റൈലിൽ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ട് പാവയ്ക്ക കണ്ടത് ചെറുതായിട്ട് എങ്ങനെ ഉണ്ടാവും കനം കുറച്ച് അരിഞ്ഞത്, സവാള ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. സവാള ഇച്ചിരി കൂടുതൽ എടുക്കണം. സവാള കൂടുതലോ? നമുക്ക് ഈ പാവയ്ക്ക് പൊതുവേ കയ്പ്പ് കൂടുതലല്ലേ, കയ്പ്പല്ലേ. അപ്പം ആ കയ്പ്പ് അറിയാതിരിക്കണമെങ്കിൽ നമ്മളിതിൽ സവാള കൂടുതൽ ഇടുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ 2 കൊച്ചുള്ളിയും കൂടി ഇട്ടാലും കുഴപ്പമില്ല. അത് പൊളിക്കാനും അരിയാനും ഉള്ള താമസം കാരണം നമ്മളിങ്ങനെ ചെയ്യും. ചേട്ടൻ ഇപ്പം പാവയ്ക്കാൻ മെഴുകുവരട്ടി കൂട്ടാറില്ലേ? അപ്പം കയ്പ്പതി അനുഭവപ്പെടാറുണ്ടോ? അപ്പം അത് നമ്മൾ എണ്ണയിടാത്ത ഉപ്പ് ഇട്ട് ഉപ്പൂടെ ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് ഇളക്കി അന്നോന്നാണ് ഞാൻ വന്നത്. നമുക്കൊരു വീഡിയോ പിടിച്ചേക്കാം. ഇനി നമ്മൾ തന്നെ അടച്ചു വെക്കണം. അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അത് തുറന്ന് നോക്കണം. കാരണം സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ചട്ടിയുടെ ചവിട്ടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി സമയം എടുക്കും പാവയ്ക്കാൻ മെഴുക്കുവരട്ടി. ഇപ്പം ചെറുതായിട്ട് വരുന്നുണ്ട്. എന്തോടാ കുഞ്ഞാവെത്തിയോ? ഞങ്ങളുടെ സംസാരം കേട്ടോണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാവ ഇവിടെ എത്തിയിട്ടുണ്ട്. ആച്ചോ നീ കൂട്ടുകൂടാ അമ്മയുടെ ഇത് പാവയ്ക്ക് ഇഷ്ടമല്ല. എങ്കിലും പുളിശ്ശേരി ഉണ്ടെങ്കിൽ കൂട്ടും കേട്ടോ. കള്ളം പറയരുത്. കള്ളമല്ല, എനിക്കിഷ്ടമല്ല പാവയ്ക്ക. ഇഷ്ടമല്ല. പുളിശ്ശേരി ഉണ്ടെങ്കിൽ ശകലം കത്തി കൂട്ടും. എന്നാലും ഇത് കണ്ടോ, ഓയിൽ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഓയിൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ടോ? കണ്ടോ? എന്നിട്ട് നല്ലവണ്ണം ഇത് നല്ലവണ്ണം ഫ്രൈ ആയി വരണം. കുറച്ച് സമയം പിടിക്കും. പിന്നെ രുചിക്ക് കൂട്ടണം, കയ്പില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കണ്ടോ? ഇതിപ്പം എന്തേ ഓയിലൊക്കെ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ മൂടി വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുമാതിരി വാടി വന്നിട്ടില്ലേ? ഇല്ല വല്ല വാടി വന്നിട്ടുണ്ട്. ഓക്കെ, ഇച്ചിരി കൂടെ ഒന്ന് വാടി വന്നിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഒരു വാടി വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇച്ചിരി ഇടണം. അപ്പോൾ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ അനുസരിച്ചിട്ട് എരിവിൻ്റെ അനുസരിച്ചിട്ട്. എനിക്ക് പൊതുവെ എരിവിനോട് ഭയങ്കര താല്പര്യമായതുകൊണ്ട് തന്നെ അനുസരിച്ച് ചേർക്കും. അങ്ങനെയാണ്. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ പാവയ്ക്കയ്ക്ക് മഞ്ഞൾ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കയ്പ്പ് കൂടുമെന്ന്. ഞാൻ മഞ്ഞൾ ഇട്ടിട്ടേ വെക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് പാവയ്ക്ക ഇഷ്ടമായതുകൊണ്ടായിരിക്കാം ചിലപ്പം ആ കയ്പ്പ് കൂടുതലായിട്ട് ഇഷ്ടക്കേടായിട്ടത് തോന്നിക്കാത്തത്. എനിക്കൊരു സംശയം, ഈ ബിജൂസ് കിച്ചൺ അമ്മയുടെ കിച്ചണായോന്ന്? അങ്ങനൊന്നുമില്ല. ഞാൻ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഞാനിതൊരു വീഡിയോ ആക്കാൻ പോകാന്ന്. ഇതെൻ്റെ കുറ്റമല്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ പൊടി ഇടാറുണ്ട്. അതുപോലെ ഇപ്പോഴും ഇച്ചിരി മഞ്ഞൾ പൊടി ഇടുക. എന്നിട്ട് ഇത്രയും ചേർത്തില്ലയോ, ഇനിയൊന്ന് ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനെ പതിയെ ഇളക്കണം. മൂടി വെക്കണം. കുറച്ച് നേരം മൂടി വെക്കണം. ഇത് നമ്മൾ വെച്ചില്ലെങ്കിലോ? ഞാൻ മൂടി വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ മറ്റു പണികളും അതിനിടയ്ക്ക് ചെയ്യാൻ പോകും. എനിക്ക് പുളിശ്ശേരി ഉണ്ടാക്കണ്ടേ. അപ്പോൾ ആ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാം അരിഞ്ഞ് ഒന്ന് നോക്കാമേ. ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു, അപ്പോൾ അതായിട്ടില്ലായിരുന്നേ. ഇനി ഒന്നുകൂടെ നോക്കാം. ഏകദേശം ആയി കണ്ടോ?
കരിഞ്ഞ പോലെ അല്ല വീഡിയോയിലെ വീഡിയോയിലോ അങ്ങനെ ഇതുണ്ടോ ഇതിനകത്ത് ഓയിലെല്ലാം കഴിഞ്ഞ് വന്ന് നല്ല ഫ്രൈ ആയി. ഇതൊരു ഉപ്പ് കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇനി തീ ഓഫ് ചെയ്യണം. ഉണ്ടോ കയ്പ്പ് വളരെ കുറവാണ്. ഇങ്ങനെയാണ് ഞാൻ പാവയ്ക്ക മെഴുക്കുവരട്ടി. ഇതും പുളിശ്ശേരിയുമാണ് എൻ്റെ കോമ്പിനേഷൻ. എൻ്റെ ഭർത്താവ് ഇതൊക്കെ കഴിക്കും നേരത്തെ ദിവസം. ഇനി നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് അറിയത്തില്ല. ഞാൻ കൂട്ടൂല, ഇങ്ങനെ അങ്ങ് തള്ളും. ശരി ഓക്കെ ഞാൻ കൂട്ടുവോ? കൂട്ടുവോ? പിന്നെ പുളിശ്ശേരിയുടെ കൂടെ കൂട്ടാറില്ലേ? അത് ബീൻസ് തോരനല്ലേ? ബീൻസ് തോരനാ. ബീൻസ് ഞാൻ ഇതിനകത്ത് 2 ബീൻസ് ഇടും. 2-3 ചെറുതായിട്ട് ബീൻസ് അരിഞ്ഞിട്ടിട്ട് പാവയ്ക്ക കൊണ്ടു. ആദ്യം പോലും അറിയാറേ ഇല്ല അത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. ഞാൻ അങ്ങനെയാണ് ഇവിടെ കളിപ്പിക്കാറ്. ഏതായാലും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ശരി ഓക്കെ ബൈ.